സംഗീതവും സ്നേഹവും ഒരുപോലെ ഇഴചേർന്നതാണ് നൈതികിന്റെയും കുടുംബത്തിന്റെയും ജീവിതം. അച്ഛനും അമ്മയും കൂട്ടുകാരും ചേർന്നൊരുക്കുന്ന സ്നേഹത്തളനിലാണ് ഇവന്റെ കലാജീവിതം മുന്നോട്ട് പോകുന്നത്. തെന്നി തെന്നി പമ്പ ചിരിച്ചു, ചന്ന ചിന്ന മുത്തു തെറിച്ചു, തുഴയിൽ ചിതറി വെള്ളത്താമര, ഓലക്കയ്യ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു, ഓലക്കയ്യ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു. മകന്റെ വിശേഷങ്ങൾ പറയാൻ അച്ഛനും അമ്മയ്ക്കും ഏറെ ഇഷ്ടമാണ്. പാട്ട് തന്നെയായിരുന്നു മെയിൻ. ഫുൾ ടൈം പാട്ട്, 24 മണിക്കൂറും ടി വിയിൽ പാട്ട്, ഫോണിൽ പാട്ട്, അങ്ങനെ ഫുൾ പാട്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതും പഠിക്കും, കേട്ട് വേഗം പഠിക്കും. സ്കൂളിൽ കലോത്സവത്തിൽ ലൈറ്റ് മ്യൂസിക് 2 ദിവസം കൂടി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റിൽ പെട്ടെന്ന് അത് പഠിച്ചെടുത്തു. അവൻ 1 ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുത്തു. മകന്റെ പരമാവധി ആഗ്രഹങ്ങൾ സഫലമാക്കാനായി അച്ഛനും അമ്മയും ഒരേ മനസ്സോടെ നിൽക്കുന്നു. ഫ്രണ്ട്സൊക്കെ നല്ല ഇതാണ്. പെൺകുട്ടികളാണ് കൂടുതൽ ഇവൻ്റെ ഫ്രണ്ട്സുകൾ. ഇവനൊരു ചെറിയൊരു കുട്ടിയെ പോലെയാണ് അവരെല്ലാം കാണൽ. ഭയങ്കര ലാണോടെ നല്ല അവരെല്ലാം നല്ലോണം കെയർ ചെയ്യും. കുട്ടികൾ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്, മാഷന്മാരും അങ്ങനെ. നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ പരിമിതികളുണ്ടെന്ന് പറഞ്ഞ് സമൂഹം മാറ്റി നിർത്തുന്ന കാലത്ത് ഈ അച്ഛന്റെയും അമ്മയുടെയും കരുതലും സ്നേഹവുമാണ് നൈതികിനെ ഒരു ഉജ്ജ്വല ബാല്യമാക്കി തീർക്കുന്നത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഏറെ സംഗീതവുമായി നൈതികിന്റെയും കുടുംബത്തിന്റെയും ജീവിതം ഒരു പുഴ പോലെ മുന്നോട്ടൊഴുകുകയാണ്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.